നമ്മുടെ രാജ്യത്ത് ഒരു പ്രോട്ടോകോൾ സിസ്റ്റം ഉണ്ട്. നമ്മുടെ പ്രോട്ടോകോൾ സിസ്റ്റത്തിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നത് ദി വെരി ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇസ് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം, ഇന്ത്യൻ പ്രസിഡന്റിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 58 കൃത്യമായി പറയുന്നുണ്ട്. 35 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പൗരൻ പ്ലസ് ലോക്സഭാ ഇലക്ഷനിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതൊരാൾക്കും ഇന്ത്യൻ പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടാം. ഇനി ഇന്ത്യൻ പ്രസിഡന്റിനെ എങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്? അത് ഏതെങ്കിലും അപ്പോയിന്റ്മെന്റിലൂടെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷ എഴുതിയാണോ എന്നുള്ള സംശയം നമ്മളിൽ പലർക്കും ഉണ്ടാകാം. അതിന്റെ ആൻസർ എന്നുള്ളത് ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പല ഇലക്ഷൻസും ഫേസ് ചെയ്തിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷനിൽ പോയി വോട്ട് ചെയ്തിട്ടുണ്ടാകും, സ്റ്റേറ്റ് അസംബ്ലിയുടെ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ടാകും, അതേപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻസിനകത്തും വോട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ പ്രസിഡന്റ് ഇലക്ഷനിൽ നമ്മളൊന്നും വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ്? യെസ്, ആൻസർ ഇസ് ദാറ്റ് പ്രസിഡന്റ് ഇസ് ഇലക്ടഡ് ബൈ ഇൻഡയറക്ട് ഇലക്ഷൻ. അതായത് നമ്മൾക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 54 പറയുന്നുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ് ഇസ് ഇലക്ടഡ് ബൈ ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഇൻക്ലൂഡിംഗ് രാജ്യസഭ ആൻഡ് ലോക്സഭ ആൻഡ് ഓൾസോ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അതായത് സംസ്ഥാന നിയമസഭകളിലെ ഇലക്ടഡ് മെമ്പേഴ്സും അതേപോലെ തന്നെ രാജ്യസഭ ലോക്സഭയിലെ ഇലക്ടഡ് ആയിട്ടുള്ള മെമ്പേഴ്സും ആയിരിക്കും പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യാൻ നേരത്ത് ഉണ്ടാവുക. സാധാരണ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ള ഫാക്ട്. സോ അടുത്ത വീഡിയോയിൽ അടുത്ത ഇൻഫോർമേഷനുമായി കാണുന്നത് വരെ ബൈ.